നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 19, 20 തീയതികളിൽ 5 ഗ്രഹങ്ങൾ മകരം രാശിയിൽ ഒത്തുകൂടുകയാണ്. അപ്പോൾ 4 രാശിക്കാർക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. ആ ദിവസങ്ങളിൽ വേറെ 2 രാശിക്കാർക്കും നേട്ടമുണ്ട്. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളൊക്കെ തന്നെ, ഇടിവെട്ട് സൗഭാഗ്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ആ 2 രാശിക്കാർക്ക് ഈ 5 ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്ന ആ കാര്യം കൊണ്ടല്ല നേട്ടമുണ്ടാകുന്നത്. അവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് നേട്ടങ്ങളാണ്. അപ്പോൾ ആ 2 രാശിക്കാരുടെ കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട്, ഈ 5 ഗ്രഹങ്ങളുടെ ഒത്തുകൂടൽ ഇടിവെട്ട് സൗഭാഗ്യം കിട്ടുന്ന 4 രാശിക്കാരുടെ കാര്യങ്ങൾ പിന്നീട് പറയാം. ആദ്യം ഈ 5 ഗ്രഹങ്ങളല്ലാതെ നേട്ടങ്ങൾ ഉള്ള 2 രാശിക്കാരുണ്ട്. അത് തുലാം രാശിയാണ് ഒരെണ്ണം, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. അതുപോലെ ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ പാദം. ഈ 2 രാശിക്കാർക്ക് ഈ ഒരുമിച്ച് കൂടുന്ന ഗ്രഹങ്ങൾ, അതായത് 5 എന്ന് പറയുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, ഈ 5 ഗ്രഹങ്ങൾ ഇവർക്ക് 2 പേർക്കും ഡയറക്റ്റായിട്ട് കാര്യമായിട്ട് നേട്ടമില്ലെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല അവസ്ഥ കൊണ്ട് ഈ തുലാം രാശിക്കും ധനുരാശിക്കും നേട്ടങ്ങൾ തന്നെയാണ്. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ 5 ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ നേട്ടങ്ങളുണ്ടാക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി 18 വൈകിട്ട് 4:40 PM മുതൽ ജനുവരി 21 വെളുപ്പിന് 1:35 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. അതിൽ ഞങ്ങൾ ആദ്യം പറയുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശി തന്നെയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. അവർക്ക് ഈ ദിവസങ്ങളിൽ കർമ്മഭാവത്തിൽ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരികയാണ്. അതുകൂടാതെ ശിഖിയും അഥവാ കേതു, അതും നേട്ടത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് മേടം രാശിക്ക് ഈ ദിവസങ്ങളിൽ ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, 7 ശനിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് സർപ്പവും അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ ഈ ഗ്രഹങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുമ്പോൾ പുതിയൊരു ജോലി നോക്കുന്ന ചെറുപ്പക്കാർക്ക് പുതിയൊരു ജോലി ലഭിക്കാം. നേരത്തെ ജോലിയുള്ളവർക്ക് തന്നെ മെച്ചപ്പെട്ട ഒരു ജോലി പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നേരത്തെ കിട്ടാനുണ്ടായിരുന്ന ഒരു തുക ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തീർച്ചയായിട്ടും ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃഗുണം, പിതൃസ്വത്ത് ലഭിക്കാം. അപ്പോൾ എന്നിട്ട് നേരത്തെ പിതൃസ്വത്ത് കിട്ടിയവർക്ക് അതിൽ നിന്ന് ലോൺ വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ അല്ലെങ്കിൽ കൃഷി വഴിയോ നേട്ടം കൂടുതൽ പ്രതീക്ഷിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും മേടം രാശിക്ക് പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള ഒരു വലിയ നേട്ടമാണ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നത്. കർമ്മമേഖല എല്ലാ തരത്തിലും പുഷ്ടിപ്പെടും. ബിസിനസ്സുകാർക്ക് കൂടുതൽ ബിസിനസ് നടക്കും, കൂടുതൽ ലാഭം കിട്ടും. അങ്ങനെ മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള 2 ദിവസങ്ങളാണ്.
ഈ 19ഉം 20ഉം. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂര, ഉത്ര, ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി, സർപ്പം ഇവയാണ് ഉള്ളത്. അപ്പോൾ ഇവർ ശനിയാഴ്ച ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കൂടാതെ ഇവർക്ക് 6ാം ഭാവത്തിലാണ് ഈ 5 ഗ്രഹങ്ങളുടെ ഒത്തുകൂടൽ യോഗം വരുന്നത്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും. ശത്രുതയൊക്കെ വെടിഞ്ഞ് നിങ്ങളായിട്ട് രമ്യതയിലാവും. അതുപോലെ തന്നെ രോഗങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് ശമിക്കുകയും പൂർണ്ണമായിട്ടും സുഖപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. പിതൃസ്വത്ത് ലഭിക്കാം. നേരത്തെ പിതൃസ്വത്ത് ലഭിച്ചവർക്ക് ആ സ്വത്ത് വഴി നേട്ടങ്ങളുണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം വരും. അങ്ങനെ നിരവധി നേട്ടങ്ങൾ ചിങ്ങം രാശിക്കുണ്ട്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് 3ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ ഒത്തുകൂടലുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് കുടുംബപരമായിട്ട് സൗഖ്യമുണ്ടാകും. കുടുംബസൗഖ്യം. അതുപോലെ സുഹൃത്തുക്കളും സഹോദരന്മാരും അനുകൂലമായിട്ടുള്ള നിലപാടുകളാൽ നിങ്ങൾക്ക് നേട്ടം കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരു പ്രത്യേക ഊർജം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം സൂര്യനും ചൊവ്വയൊക്കെയാണ് അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ഈ അല്പം ധൈര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. മാനസികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാവും. കൂടാതെ തീർച്ചയായിട്ടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഇവർക്കും ഈ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. കാരണം ചൊവ്വയും സൂര്യനും ശുക്രനും അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ നേരത്തെ പിതൃസ്വത്ത് കിട്ടിയവർക്ക് അവർക്ക് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ബാങ്ക് ലോൺ വഴിയോ ഒക്കെ നേട്ടമുണ്ടാവും. പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്കും ഇടിവെട്ട സൗഭാഗ്യമാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഈ ഗ്രഹങ്ങളുടെ ഒത്തുചേരലുണ്ടാകുന്നത്. അപ്പോൾ ഈ 4 രാശിക്കാരുടെ കാര്യം പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് മീനം രാശിക്കാണെങ്കിലും അവർക്ക് ശനി പ്രതികൂലമാണ്. അതുപോലെ സർപ്പവും പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്കും പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാവും. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ച. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. പൊതുവിൽ ഈ 4 രാശിക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര പ്രതീക്ഷിക്കാം. ഈ ദിവസങ്ങളിൽ മാത്രമല്ല, മറ്റു പല ദിവസങ്ങളിലും ഇവർക്ക് നേട്ടമാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ ഞങ്ങൾ എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോൾ ദിനഫലങ്ങൾ, രാശിഫലങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടാതെ
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.